നമ്മുടെ നാട്ടിൽ നമ്മൾ അറിയാത്തതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഇത് പടർന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലി കൂടുതൽ പാടാവും. അതെ. നമ്മുടെ ആഗ്രഹം നമ്മൾ കാസർഗോഡ് 30 ദിവസം കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്ക് ഈ ചേട്ടന്മാര് കേരളം വിട്ടു പോകണം. നമ്മുടെ ഈ മനോഹരമായ മണ്ണ് നശിപ്പിക്കാൻ നമ്മൾ ഇവരെ അനുവദിക്കില്ല. മറ്റ് മുൻപെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഇടപെടൽ സമൂഹത്തിന്റെ ഭാഗത്തുണ്ടോ? അതിലെ അമ്മമാർക്ക് ആശങ്കയാണ്. ഇന്നലെ പ്രജനോട് പറഞ്ഞു കഴിഞ്ഞാൽ കുന്നിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത്, എന്റെ സ്വന്തം മണ്ണാണത്, ഈ കുന്നിക്കോട് എന്ന സ്ഥലത്ത് കാർഗിലിൽ മരിച്ച ഒരു ജവാന്റെ അമ്മ ഇവിടെ വന്നിരുന്നു. അതായത് അമ്മയ്ക്ക് പ്രായം 96 97 വയസ്സാണ്. ഈ 97 വയസ്സുള്ള ഒരു അമ്മ, കാർഗിൽ മരിച്ച വീരമൃത്യു വരിച്ച ഒരു ഭടന്റെ അമ്മ, ഇത്തരം ഒരു പ്രതിഷേധ യോഗത്തിൽ നമ്മൾ നടത്തുന്ന ഈ അവബോധ പ്രചാരണത്തിൽ പങ്കാളികളാകണമെങ്കിൽ ആ അമ്മയുടെ മനസ്സിലെന്തായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കണം. തീർച്ചയായിട്ടും നമ്മൾ ന്യൂസിലൊക്കെ കാണിച്ചു അമ്മയെ. ആ അമ്മയുടെ പേര് കുട്ടിയമ്മ എന്നാണ്. കുട്ടിയമ്മ, ബിഗ് സല്യൂട്ട്. വളരെ പ്രശംസയെ അർഹിക്കുന്ന മറ്റൊരു ഇടപെടൽ, അത് ആ വാർത്ത കോഴിക്കോട് നിന്ന് വരുന്നുണ്ട്. നമുക്കറിയുന്ന പോലെ ഈങ്ങാപ്പുഴ, അവിടുത്തെ ആ ക്രൂര കൊലപാതകം, അതിന് പിന്നിലെ ലഹരി ഉപയോഗവും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ആ ഇടങ്ങളിൽ, ആ മേഖലയിൽ ലഹരി വ്യാപനം തടയാൻ നടപടിയുമായി ആ പ്രദേശത്തെ മഹല്ല് കമ്മിറ്റികൾ തയ്യാറായി എന്നുള്ള വളരെ നല്ല വാർത്ത, പോസിറ്റീവ് വാർത്ത. എനിക്ക് തോന്നുന്നറിയോ, നമ്മുടെ ഇങ്ങനെയുള്ള സന്നദ്ധ സംഘടനക്കാരും സന്നദ്ധ സേവകരും അതേപോലുള്ള സമുദായ സംഘടനകളും യുവജന പ്രസ്ഥാനവും ഇവരൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചാലേ ഇത് 48 മണിക്കൂറുള്ളൂ. കാരണം ഇത് നാട്ടുകാരെ വെറുപ്പിച്ച് ആർക്കെന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മുടെ ശാസ്താംകോട്ടിലെ ജനങ്ങൾ അവരുടെ സ്വന്തം കാര്യം നോക്കി പമ്മിയിരുന്നുകൊണ്ടല്ലേ ഈ മുളങ്കാടുണ്ടായത്. ഈ മുളങ്കാട്ടിലുള്ള ആൾക്കാരെ എല്ലാം കാട് കയറ്റാമായിരുന്നു ഇവരിറങ്ങിയാൽ. ഇവർ ഇനി ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് മുളങ്കാട് വന്നിറങ്ങും. അല്ലേ? ആ അവസ്ഥയാണ്. എന്തായാലും സമൂഹം ഒറ്റക്കെട്ടായി വിപത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ആൾക്കാർക്ക് ഭയമുണ്ടോ ഇത്രയ്ക്ക്? മാഗുടി എന്നുള്ള നാടകമൊക്കെ അവതരിപ്പിച്ച് കേരള യൂണിവേഴ്സിറ്റി നാടകോത്സവം ഒരു 4-5 തവണ 1ാം സ്ഥാനം നേടിയ ഒരു കോളേജൊക്കെ ഉള്ള സ്ഥലമാണ്. അതെ. നാടകത്തിന്റെ ഒരു കളരി എന്ന് പറയാം അല്ലെ. തുടക്കം തൊട്ട് ഈ പറയുന്ന നല്ല നാടകങ്ങൾ തന്ന ഒരിടം കൂടിയാണിത്. അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ നൽകേണ്ടി വരുന്നത്. ശങ്കരപ്രസാദനെ നേരിട്ടുണ്ടോ? നേരിട്ടുണ്ട്. ശങ്കരപ്രസാദിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ വരെ ഒരു ജുബ ഉണ്ടാവും. നമ്മൾ കണ്ടാത്തൊന്നും അദ്ദേഹം എന്തിനാ മുണ്ടെടുക്കുന്നതെന്ന്. കാര്യം അത്രയ്ക്ക് ഉള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ തലച്ചോറിൽ മൊത്തം നാടകമാണ്. അപ്പൊ എനിക്കൊരു ജീവിതത്തിൽ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹത്തിന് അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. ആ മരിക്കുമ്പോഴല്ല, അതിന് മുമ്പ്. അപ്പൊ അന്ന് ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുക. അദ്ദേഹം കല്യാണമൊന്നും കഴിച്ചില്ല, ആരും ഇല്ലാത്തതുകൊണ്ട് തൃശ്ശൂരിൽ ഒരു ഹോസ്പിറ്റലിൽ ഞാനാണ് അദ്ദേഹത്തിന്റെ കൂടെ നിന്നത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഈ നാടകത്തെക്കുറിച്ച് അത്ര ഉന്നതമായ ചിന്തകളുള്ള ഒരാളാണ് ശങ്കരപ്രസാദ്. അപ്പം ശങ്കരപ്രസാദും കാവാലും ഒക്കെയാണല്ലോ നാടകത്തിന്റെ മുഖം മാറ്റി കളഞ്ഞത്. അപ്പൊ അതും അവരെയൊക്കെ നമ്മൾ ഓർമ്മിച്ചു പോകും. അവരുടെ ഈ മണ്ണിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നരാധമന്മാരിറങ്ങി ഇങ്ങനെ വൃത്തികേട് കാണിക്കുന്നത്. കാര്യം ആൾക്കാർ, കുട്ടികളെ, ഇത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ പിടിച്ചുകൊണ്ട് പോയിട്ട് ക്യാച്ച് ദം എങ്ങെന്നാ പറയുന്നത്, ലഹരിക്ക് പിടിച്ചുകൊണ്ട് പോയിട്ട്. അപ്പൊ നമ്മൾ ഈ കുട്ടികൾക്ക് സാഹിത്യവും കലയും തത്വശാസ്ത്രവും അതുപോലെ തന്നെ പാട്ടും ഒക്കെ പ്രജനൊക്കെ ഇനി പാടിക്കൊടുക്കണം. തീർച്ചയായിട്ടും.